കണ്ണിന് പരിക്കേറ്റ PT5 ഇപ്പോൾ ജനവാസ മേഖലയിൽ തന്നെയാണ്. നമ്മുടെ പ്രതിനിധിയും വാർത്താ സംഘവും ആനയുടെ തൊട്ടടുത്താണ്, PT5നോട് അടുത്താണ് നിൽക്കുന്നത്. ഒരു വാച്ചിൽ മാത്രമേ അവിടെയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. കഞ്ചിക്കോട് പയറ്റുകാട് മേഖലയിലാണ് ആന ഇപ്പോൾ ഉള്ളത്. രാവിലെയോടെ ജനവാസ മേഖലയിലെത്തിയ ആന പ്രദേശത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. തൊട്ടടുത്തൊക്കെ വീട്ടുകാരുണ്ട്. ആനയെ പിടികൂടി ചികിത്സ നൽകാനുള്ള ദൗത്യം ആരംഭിക്കാനിരിക്കെയാണ് വീണ്ടും ജനവാസ മേഖലയിൽ എത്തുന്നത്. ഇക്ബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇക്ബാൽ, PT5 കുഴപ്പമുണ്ടാക്കുമോ? തൊട്ടടുത്ത് തന്നെ വീടുകളുണ്ടോ? നമ്മൾ അടുത്ത് തന്നെയാണോ നിൽക്കുന്നത്? PT5ന്റെ ആരോഗ്യകരമായ ഒരു അകലം പാലിച്ച് നിന്നാൽ മതി. കുറച്ച് ദൂരത്താണ് PT5-ൽ നിന്നും. പക്ഷേ എങ്കിലും ആളുകൾ അതുപോലെ തന്നെ കുടുംബങ്ങളെല്ലാം ഉള്ള ഒരു മേഖലയിലാണ് ഇപ്പോൾ PT5 നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ PT5ന് കണ്ണിന് പരിക്കേറ്റിട്ടുണ്ട്. ആനയ്ക്ക് കാഴ്ചക്കുറവുണ്ട്. അത് വനംവകുപ്പ് കണ്ടെത്തിയതാണ്. ആനയെ എത്രയും പെട്ടെന്ന് പിടികൂടി ചികിത്സ നൽകണം എന്നൊരു തീരുമാനം വനംവകുപ്പ് മന്ത്രി തന്നെ എടുത്തതാണ്. ഒരാഴ്ചക്കുള്ളിൽ ആനയെ പിടികൂടാനുള്ള ദൗത്യം ആരംഭിക്കാനിരിക്കുകയാണ്. അരുൺ സക്കറി ഉൾപ്പെടെ പാലക്കാട്ടേക്ക് ഉടൻ തന്നെ എത്തും. വയനാട്ടിൽ നിന്ന് 2 കുങ്കി ആനകൾ ഉൾപ്പെടെ എത്തിയായിരിക്കും ഈ ദൗത്യം നടത്തുകയും ചെയ്യുക. ആനയെ വനാതിർത്തിയിൽ തന്നെ നിർത്തിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വനത്തിനകത്ത് വെച്ച് തന്നെ ആയിരിക്കും ഈ ദൗത്യം നടത്തുക എന്നുള്ളതാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത്. പക്ഷേ ഇതിനിടയിലാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും RRTൻ്റെയും എല്ലാം കണ്ണ് വെട്ടിച്ചുകൊണ്ട് ആന തുടർച്ചയായി ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്.